ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എവിടെയായിരുന്നു ഇത്ര നേരം? ഒരാൾക്കും സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. വല്ലവരുടെയും കയ്യിലെ കളിപ്പാവള എല്ലാവരും. എന്താ സംഭവം? അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞത്. ഇവിടെ മനുഷ്യരായാൽ അല്പമെങ്കിലും വ്യക്തിത്വം കാണിക്കണ്ടേ? മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, അവരുടെ താളത്തിനൊത്ത് തുള്ളുക. അല്ല, അച്ഛനമ്മയും വ്യക്തിത്വം ഇല്ലാത്തവരാണെന്നൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല. എന്നാ ചെല്ല്, പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അഭിനന്ദനം അറിയിക്കും. അപ്പൊ മതിയാവൂല്ലോ. അതെ, വാ ഇവിടെ. എനിക്ക് വയ്യ, എന്റെ മനസ്സ് കിടന്ന് തിളച്ചു മറിയ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. വാ ഇവിടെ രാധിക വേണ്ട, കളിക്കാനും ചിരിക്കാനും ഉള്ള മൂഡിലല്ല ഞാൻ. നിക്ക, ഇപ്പൊ ഇവിടെ വന്നിരിക്കേ. വന്ന് ഇരിക്കാൻ വരാനല്ലേ പറഞ്ഞത്? അച്ഛനും അമ്മയും എന്താ പറഞ്ഞെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നെ കൊണ്ടേ കളയാൻ പറഞ്ഞോ? എനിക്ക് കരയാൻ വേണ്ടിട്ടല്ല ചോദിക്കുന്നേ. ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വരുന്ന അറിയാലോ. അറിയാം. അച്ഛനും അമ്മയ്ക്കും വിശ്വാസം തോന്നുന്ന രീതിയിൽ അവര് ചെയ്തു കൂട്ടിയതൊക്കെ അറിയില്ലേ? അറിയാന്നേ. ഇത്രയൊക്കെ അറിയുന്ന ആള് അച്ഛനെ അമ്മയെ എന്തിനാ കുറ്റം പറയുന്നേ? ഇത്രയ്ക്ക് എന്തിനാ ദേഷ്യം വരുന്നേ? അപ്പൊ ഞാനെന്താ, തന്നെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും നിർത്തണോ, അതോ കളയണോ? ദേ, അങ്ങനെ എന്തേലും ചെയ്താ കൊന്നു കളയും ഞാൻ. കാറ്റടിക്കുന്ന ശബ്ദം കേട്ട കരഞ്ഞിരുന്ന ഒരു രാധിക ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. ഇനി വരുണിൽ നിന്ന് എന്നെയോ എന്നിൽ നിന്ന് വരുണിനെയോ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. കുറച്ചൊന്നും പരീക്ഷണല്ലോ നമ്മൾ അനുഭവിച്ചത്. അതിനുശേഷം ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ ഒന്നിച്ച് ജീവിക്കാനാ. ആത്മാവോ പ്രേതോ പൂജാരിയോ ബാധ ഒഴിപ്പിക്കലോ എന്താന്ന് വെച്ചാൽ നടക്കട്ടെന്നേ. ഉള്ളില് ചിരിച്ചുകൊണ്ട് നമ്മള് രണ്ടുപേരും അത് നോക്കി നിന്നാ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ. തനിക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നോ? ആരാ ഞാൻ? കണിമംഗലത്തെ വരുണിന്റെ ഭാര്യയല്ലേ, കുറയാൻ പാടുണ്ടോ? അതുകൊണ്ട് പൊന്നുമോനൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പോ മനസ്സിനകത്തുള്ളൊരു ദേഷ്യം ഉണ്ടല്ലോ, അതങ്ങ് കളഞ്ഞേക്കേ. എന്നിട്ട് നല്ലൊരു ചിരിയുണ്ടല്ലോ, എന്റെ കള്ളക്കണ്ണന്റെ ചിരി. ആ ചിരി ഒന്ന് ചിരിച്ചേ. ആ ചിരിക്കേ. നോക്ക്, അങ്ങനെ ചിരിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയാണെന്നേ, അതുകൊണ്ടാ പറയുന്നേ. ഒന്ന് ചിരിക്കേ. എന്നോട് പറയാറുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാ ഈ ഭൂമിയിലെ പ്രശ്നങ്ങളൊന്നും ആലോചിക്കാൻ പാടില്ല, എടുത്ത് തലയിക്കേറ്റി വെക്കാൻ പാടില്ല എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റി? ചിരിക്കുന്നുണ്ടോ?